പ്രിയ സുഹൃത്തുക്കളെ, നമുക്ക് മഞ്ചേരിയിൽ നടന്ന ഒരു പുതിയ പരിപാടിയിലേക്ക് പോകാം. മഞ്ചേരി ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ വാർഷികമായിരുന്നു ഇന്നലെ. അതിൻ്റെ 10ാം വാർഷികം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഇവിടെ നടന്നിട്ടുള്ള പല കാര്യപരിപാടികളും നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിരത്തുകയാണ്. ഫാമിലിയുടെ 3ാമത്തെ ഷോറൂമാണ് മഞ്ചേരിയിലുള്ളത്. അങ്ങനെ ഫാമിലി പടർന്ന് പറന്ന് പന്തലിച്ച് 8 ഷോറൂമുകൾ ഇന്ന് നിലവിലുണ്ട്. തിരൂർ, പെരിന്തൽമണ്ണ, കണ്ണൂർ, സുൽത്താൻ ബത്തേരി, മഞ്ചേരി, വടകര എന്നിങ്ങനെ പോകുന്നു അതിൻ്റെ ലിസ്റ്റ്. ഇത് ഒരു വ്യക്തിയുടെ മാത്രം പ്രവർത്തനമല്ല, മറിച്ച് ഒരു കൂട്ടായ്മയിലൂടെയാണ് ഇതിൻ്റെ പ്രവർത്തനം. കൽപ്പറ്റയിലെ ഒരു സെയിൽസ്മാൻ ഇതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ 10-15ഓളം സെയിൽസ്മാൻമാർ ഒത്തൊരുമിച്ചുള്ള പ്രവർത്തനമാണ് ഈ ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ വിജയം. സുൽത്താൻ ബത്തേരിയിൽ 35ഓളം വരുന്ന സെയിൽസ്മാൻമാർ പാർട്ട്ണർമാരായിട്ടുണ്ട്. പാവപ്പെട്ട സെയിൽസ്മാൻമാരാണ് തുടക്കത്തിൽ പാർട്ട്ണർഷിപ്പ് എടുത്തവർ മിക്കവരും. ഈ സ്ഥാപനത്തിൻ്റെ പേര് പോലെ തന്നെ എല്ലാവരെയും ചേർത്ത് പിടിച്ച് ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റുക എന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഫാമിലിയെ മലബാറിലെ എല്ലാവരും ചേർത്ത് പിടിച്ച് കൊണ്ടാണ് ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം. ഇനിയും ഇത് തുടരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് 10ാം വാർഷികത്തിൽ നടന്ന കാര്യപരിപാടിയിലേക്ക് നീങ്ങാം. ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഡാൻസാണ്. ആ ഡാൻസിലൂടെ അതിനുവേണ്ട ഡ്രസ്സുകളെല്ലാം ഈ ഫാമിലിയിൽ നിന്നും നൽകിയിട്ടുള്ളതാണ്. ഇതിലെ മിക്ക പരിപാടികളുടെയും ഡ്രസ്സുകൾ ഈ ഫാമിലിയുടെ വകയാണ്. ധാരാളം സമ്മാനങ്ങൾ ഈ ഫാമിലി വകയായിട്ട് കിട്ടിയിട്ടുണ്ട്. പല ചോദ്യങ്ങൾക്ക് ഉത്തരം പറച്ചിലും പിന്നെ ഈ റീൽ വക ഏറ്റവും നന്നായ ഒരു റീലിന് വേണ്ടിയിട്ട് ഒരു മെഗാഫോൺ വരെ ഐഫോൺ വരെ കൊടുത്തിട്ടുണ്ട്. അത്രയും യാതൊരു മടിയുമില്ലാതെ സമ്മാനങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന കൂട്ടത്തിലാണ് നമ്മുടെ ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ. വേനൽക്കാലമായതിനാൽ ഇടയ്ക്കിടെ ജനങ്ങളുടെ ഇടയിലേക്ക് വെള്ളവും പലഹാരങ്ങളും എത്തുന്നത് കാണുന്നുണ്ട്. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ ഇതിൽ പങ്കെടുത്തിരിക്കുകയാണ്. പല സ്ഥലങ്ങളിൽ നിന്നും എത്തിയിട്ടുള്ള മത്സരാർത്ഥികൾ ഈ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. എല്ലാ പരിപാടികളും ഒന്നിനൊന്ന് മെച്ചമുള്ളതായിരുന്നു. മഞ്ചേരിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാ പരിപാടികളും എനിക്കിതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. കുറേയൊക്കെ പരിപാടികൾ ഞാനിതിൽ ഉൾക്കൊള്ളിച്ച് കാണിച്ചു തരുന്നതായിരിക്കും. ഏകദേശം 5 ദിവസത്തോളം കുട്ടികളുടെ റാമ്പ് ഷോ പരിശീലനം നടത്തിയിരുന്നു. ഈ പരിപാടി തുടങ്ങുന്നത് 7 മണിക്കാണ്. അവസാനിച്ചപ്പോൾ ഒരു 10-10:30 സമയമായി കാണും. ഇതിലെ ഹാങ്ങറുടെ സംസാരം ഒന്ന് എടുത്തു പറയേണ്ടതാണ്. വളരെ നല്ല ശബ്ദത്തോടു കൂടി ഗാനങ്ങളും അതുപോലെ സംസാരവും എല്ലാം നല്ല ഭംഗിയായിരുന്നു. എല്ലാവർക്കും വെറുപ്പിക്കാത്ത രീതിയിൽ വളരെ ഭംഗിയിൽ തന്നെയാണ് ഈ കുട്ടി ഇത് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് കാര്യപരിപാടിയിലേക്ക് ഓരോന്നോരോന്നായി കാണാം. എല്ലാവരും ചേർന്നുകൊണ്ട് 2 കൈ ഉയർത്തിക്കുക. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും 2 കൈ ഉയർത്തിക്കുക. 2 കൈ ഉയർത്തി പിടിച്ചേ എല്ലാവരും. പിന്നെ അതൊന്ന് കൂട്ടിയടിച്ചേ. എന്ത് രസമായി എടുക്കാനായിട്ട് ഈ ഒരു പ്രോഗ്രാമിൽ എനിക്ക് പറയാൻ നിങ്ങളുടെ ഈ മുഴുവൻ സ്നേഹവും സന്തോഷവും ഈ ഒരു കയ്യടിയും പ്രതീക്ഷിക്കുകയാണ്. അപ്പം ആദ്യത്തെ റാംഷോ കുട്ടി കുറുമ്പുകളുടെ തന്നെയാണ്. അപ്പോൾ അവർ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അല്പസമയത്തിനകം തന്നെ അത് ആരംഭിക്കുന്നതായിരിക്കും. അതിന് മുന്നോടിയായിട്ട് അവതാർ ഡാൻസ് കമ്പനിയുടെ ഒരു ഡാൻസ് പെർഫോമൻസ് ആണ് വേദിയിൽ അരങ്ങേറാനായിട്ട് പോകുന്നത്. അതിഗംഭീരമായുള്ള പ്രോഗ്രാമാണ് ഇന്നത്തെ ഒരു ദിവസം. ഈ ഒരു 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഫാമിലി വെഡിംഗ് സെന്റർ നമുക്കായിട്ട് നമ്മൾ മഞ്ചേരിക്കാർക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത്. പാടോ പാടോ മണിവള തിളങ്ങണ കയ്യാലേ ചേട്ടൻ പാടോ കൂടെ.
വിരൽ തൊട്ട് വിളിച്ചവരാരാണ്? മണിവളത്തിളങ്ങണ കയ്യാലേ വിരൽ തൊട്ട് വിളിച്ചവരാരാണ്? മുഴത്തിങ്കളൊതുക്കണ മുകിലോരം മുരസലി മുഴക്കണതാരാണ്? വിളക്കിന്റെ നാളം പോലെ പൊൻതൂവൽ വീശും മാറ്റേറും മഴത്താവേ കാണാൻ നേരമാ. അടിപൊളി ചേട്ടൻ പേരെന്തായിരുന്നു? പ്രമോദ് ചേട്ടാ ഗിഫ്റ്റ് ഒന്ന് കൊടുക്കോ? നമ്മുടെ കിഡ്സിന്റെ റാം ഷോയ്ക്കും അതുപോലെ തന്നെ സീനിയർ കാറ്റഗറിയിലുള്ള റാം ഷോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാം. അല്പസമയത്തിനകം തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഐഫോൺ വിന്നർ, റീൽ കോൺടെസ്റ്റിലെ വിന്നർ ആയിട്ടുള്ളവർക്ക് ഐഫോൺ നൽകുന്ന ആ ഗംഭീര സുദിനത്തിൽ ഈ രാത്രിയിൽ ഫാമിലി വെഡ്ഡിംഗ് സെൻ്ററിൻ്റെ 10ാം വാർഷികം ഇവിടെ ആഘോഷിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫാമിലിയുടെ 3ാമത്തെ ഷോറൂമായിട്ടായിരുന്നു ഞങ്ങൾ മഞ്ചേരിയിലേക്ക് കടന്നു വന്നത്. മഞ്ചേരിയിലെ ജനങ്ങളുടെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രയാണം ഇവിടെ നിന്ന് തിരൂരിലേക്ക് പോവുകയും അവിടെ തിരൂരിൽ അതിഗംഭീരമായ രീതിയിൽ ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ തുടക്കം കുറിക്കുകയും ചെയ്തു. അവിടെ ജനങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഞങ്ങൾ പെരിന്തൽമണ്ണയിൽ ജനങ്ങൾ ഞങ്ങളെ സ്വീകരിച്ചതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് കണ്ണൂരിൽ നിന്നും ഞങ്ങളെ ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ പേരിൽ അതിമനോഹരമായ പട്ടണമായ സുൽത്താൻ ബത്തേരിയിലേക്കും ഇതിൻ്റെ 8ാമത്തെ ഷോറൂം പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഓരോ സ്റ്റെപ്പുകൾ മുമ്പോട്ട് പോകുമ്പോഴും ഞങ്ങളെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല, ഇതൊരു കൂട്ടായ്മയാണ്. ഞാൻ 1 മിനിറ്റ് മാത്രം നിങ്ങൾ ആ ഒരു ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇവിടെ ഇപ്പോൾ കയറി വന്ന എല്ലാ ആൾക്കാരും പല രീതിയിലും ഫാമിലിയിലെ സെയിൽസ്മാൻമാരായി വന്നതാണ്. ഈ ഉള്ളവൻ തന്നെ കൽപ്പറ്റയിൽ ഒരു സെയിൽസ്മാനായിട്ട് കടന്നു വന്നതാണ്. അങ്ങനെ സെയിൽസ്മാൻമാരായി കടന്നു വന്ന ഓരോ വ്യക്തികളും ഓരോ ഷോറൂമുകൾ തുറക്കുമ്പോൾ 10ഉം 15ഉം സെയിൽസ്മാൻമാർ ഒന്നിച്ചുകൂടി അങ്ങനെ മുമ്പോട്ട് നീങ്ങുന്ന ഒരു പ്രസ്ഥാനമാണ് ഫാമിലി വെഡ്ഡിംഗ് സെൻ്റർ. ഈ അവസാനമായി സുൽത്താൻ ബത്തേരിയിൽ 35ഓളം സെയിൽസ്മാൻമാരുടെ പാർട്ണർഷിപ്പോട് കൂടിയിട്ടാണ് ഞങ്ങൾ തുടക്കം കുറിച്ചത്. ഇപ്പോൾ 100ഓളം സെയിൽസ്മാൻമാരായിട്ടുള്ള ആൾക്കാരാണ് ഫാമിലിയുടെ പാർട്ണർമാരായിട്ടുള്ളത്. വളരെ പാവപ്പെട്ട രീതിയിലുള്ള കുട്ടികളൊക്കെ തന്നെ ഇതിൽ സെയിൽസ്മാൻമാരായിട്ട് വന്ന ആൾക്കാരാണ്. അങ്ങനെ തുടക്കം കുറിച്ചത് മുതൽ ഇന്ന് വരെ എല്ലാ ആൾക്കാരെയും കൂട്ടി യോജിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഫാമിലിയുടെ ഈ ഒരു പ്രയാണം. ഏതായാലും തൊട്ട് മുമ്പ് ഇവിടെ സമ്മാനം നേടിയ ഈ കുട്ടികളുടെ ഫാദർ സമദ്, ഞാനും അദ്ദേഹം ഒരു പാലിറ്റീവ് ഡയാലിസിസ് സെൻ്ററിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ സഹപ്രവർത്തകരാണ്. ഇവിടെ ഉണ്ട് സമദ്, ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്കാണ് ഈ സമ്മാനം കിട്ടിയതെന്ന്. വളരെ സന്തോഷം. ഏതായാലും ഫാമിലിയെ ജനങ്ങൾ മലബാറിലുടനീളം ഫാമിലിയെ എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഫാമിലിയുടെ മുന്നോട്ടുള്ള യാത്ര. ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാരെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് തണൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രയാണം ഇനിയും തുടങ്ങാനുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും അകമഴിഞ്ഞ പ്രാർത്ഥന ഞങ്ങൾക്കുണ്ടാവണമെന്ന് വിനയത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നമ്മുടെ ഫാമിലിക്ക് ലോകമെമ്പാടും പടർന്ന് പന്തലിക്കാനായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാമിലേക്ക് പോകാം. താങ്ക് യു സോ മച്ച്. നിറഞ്ഞ കയ്യടി കൊടുത്ത് എല്ലാവരും ചേർന്നുകൊണ്ട് എന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്?
സാധിക്കുന്നതാണ്. ദിവസത്തെ ഫാമിലി കൊറിയോഗ്രഫി കൊണ്ട് തന്നെയാണ് ഇത്രയും മനോഹരമായിട്ട് ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് സാധിച്ചത്. നൗഷാദ് സാറിന്റെ നേതൃത്വത്തിലാണ് കൊറിയോഗ്രഫി നടന്നിരുന്നത്. സോ ഏറെ സ്നേഹം അറിയിക്കുകയാണ്. അതിഗംഭീരമായിട്ടുള്ളതാണ് ഓരോ കുട്ടി കുറുമ്പുകളും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിൽ ഒരുപാട് അഭിമാനവും സ്നേഹവും അറിയിക്കുകയാണ്. ഓരോ കുട്ടിക്കുറുമ്പുകളും അതിഗംഭീരമായിട്ടുള്ള കോസ്റ്റ്യൂംസ് തന്നെയാണ് ധരിച്ചിട്ടുള്ളത്. ഏറ്റവും നിറഞ്ഞ കൈഡി കൊടുക്കും എല്ലാവരും ചേർന്ന് എല്ലാവരും ഒന്നിനൊന്ന് മെച്ചം എന്ന രീതിയിലാണ് അതിഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഏറെ സന്തോഷം അറിയിക്കുകയാണ്.